അങ്ങനെ ഞങ്ങൾ അമ്മ അറിയാതെ ഹെൽമെറ്റും വെച്ച് ബൈക്കിൽ അമ്മയെ പിന്തുടർന്നു. അമ്മ അരിയുടെ കവറും പിടിച്ച് റോഡ് സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദൂരെയായി ബൈക്കിൽ പിന്തുടർന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അമ്മയുടെ അടുത്ത് നിർത്തി. അമ്മ വേഗം ആ അരിയും എടുത്ത് വെച്ച് കാറിലേക്ക് കയറി. ഞാനും അനിയത്തിയും അത് കണ്ട് ആകെ ഞെട്ടിപ്പോയി. ആരാണ് ആ കാറിലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ചേട്ടാ, ആരാ അത്? ചേട്ടന് വല്ലതും അറിയോ? അനിയത്തി എന്നോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. ഇതിനി ആരാണെന്നാവോ അമ്മയുടെ പുതിയ കാമുകൻ. എന്തായാലും നമുക്കയാളെ കണ്ടുപിടിക്കണം. ചേട്ടൻ പിന്നാലെ വിട്, അവൾ പറഞ്ഞു. അത് കേട്ട ഞാൻ ആ കാറിനെ പിന്തുടർന്നു. 1-2 ടൗൺ കഴിഞ്ഞിട്ടും കാറ് നിർത്തുന്നില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പിറകെ പിടിച്ചു. ഒരു ടൗണിൽ നിന്നും ഒരു കട്ട് റോഡിലേക്ക് കാറ് കയറി പോകാൻ തുടങ്ങി. അധികം വാഹനങ്ങളൊന്നുമില്ലാത്തൊരു റോഡായിരുന്നു അത്. കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു വരാൻ തുടങ്ങി. ഞാനും ബൈക്കിൻ്റെ സ്പീഡ് പതിയെ കുറച്ചോടിച്ചു. പെട്ടെന്ന് കാറ് ഒരു പണി നടക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നത് കണ്ട് ഞാൻ കുറച്ച് ദൂരെയായി ഒരു മരച്ചോട്ടിൽ ബൈക്ക് നിർത്തി ഇറങ്ങി. കൂടെ അവളും. ചുറ്റിലും മതിലുകളും മുറ്റത്തെല്ലാം പുല്ലുകൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അടുത്തൊന്നും വേറെ വീടുകളും ഇല്ല. ഉള്ളതാകട്ടെ ഒരു ചെറിയ കട. ആ കടയാണെങ്കിൽ തുറന്നിട്ടുമില്ല. കണ്ടാൽ തന്നെ അറിയാം ഇത് തുറക്കാറില്ലെന്ന്. മുറ്റത്തേക്ക് കാറ് കയറുന്നത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. വലിയ മതിലുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വേഗം നടന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ കണ്ടത് അമ്മയും കൂടെയുള്ള ആളും ആ വീട്ടിലേക്ക് കടന്നു പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആളെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പതിയെ മുറ്റത്തേക്ക് കടന്നു. കാറിൻ്റെ മറവിലൂടെ ഞങ്ങൾ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഓടി ഒളിച്ചു. തേപ്പെല്ലാം കഴിഞ്ഞ വീടായതുകൊണ്ട് തന്നെ ജനലിലൂടെ നോക്കുമ്പോൾ റൂമുകളെല്ലാം വിശാലമായി കിടക്കുന്നത് കാണാം. ഇവർ രണ്ടുപേരും എങ്ങോട്ടേക്ക് പോയെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. എല്ലാം ജനവാതിലൂടെ ഞങ്ങൾ മാറി മാറി നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. വീടിനകത്തേക്ക് കയറി നോക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ മുന്നിൽ പോയി പെടും. അതുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇവിടെ ഇതുവരെ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടും അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, അനിയത്തി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്തായാലും ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ, ഞാൻ അവളോട് പറഞ്ഞു. എന്നാലും പരിപാടിയൊക്കെ ഒന്ന് കാണായിരുന്നു, അവൾ പറഞ്ഞു. ഒന്ന് പോടി, നിനക്കെപ്പോഴും അതുമാത്രമുള്ള ചിന്ത. അല്ല ചേട്ടാ, നമുക്ക് കണ്ട് പഠിക്കാമല്ലോ. എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ കണ്ട് പഠിക്കണമെന്നല്ലേ? ഓ, അതായിരിക്കും മോൾ ഇതിലേക്ക് ഇറങ്ങിയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ആരുള്ളതും കേൾക്കും, മിണ്ടാതിരിക്കടി. ചേട്ടാ, നമുക്ക് പോയാലോ? അവരിനി എല്ലാം കഴിഞ്ഞേ വരൂ. ഒന്ന് പോടി, ഇത്രയായില്ലേ, ഇനി ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ അടങ്ങും. എന്നാ വാ, നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ നിന്നാകുമ്പോൾ അവർ വന്ന് കാറിൽ കയറുന്നതൊക്കെ നല്ലപോലെ കാണാം. അതല്ലടി, എന്നാലും ഇവരിത് എങ്ങോട്ട് പോയി? ഒരു സൗണ്ടോ അനക്കമോ കേൾക്കുന്നില്ലല്ലോ. അവർ ചിലപ്പോൾ മേളിലേക്ക് കയറിക്കാണോ ഏട്ടാ? അതിനിത് പണി കഴിയാത്ത വീട്ടിൽ വെച്ച് അവരെങ്ങനെ? അവർക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു. അത് ചേട്ടാ, സ്ഥലത്തിനൊക്കെ എന്താ കാര്യം? പണി അറിയാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലവും വേണ്ട, ഏറെ പോലും അവൻ ആയുധമാണ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ വെറും വഴിപോക്കരാണേ, ഞാൻ പറഞ്ഞു. ഒന്ന് പോ ചേട്ടാ, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. ഇതിപ്പോൾ ഇരുട്ടായല്ലോ, ഇതിനി എങ്ങാനും തീരുമോ? ഡി, നീ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്കാണെങ്കിൽ പേടിയാവുന്നു. വല്ല പാമ്പ് വല്ലതും ഉണ്ടോ ആവോ? പാമ്പ് ഇവിടെ ഉണ്ടാകില്ല. അതെന്താടി ഇവിടെ ഇല്ലാത്തത്? പാമ്പിപ്പോൾ അകത്തല്ലേ, പാമ്പ് കൂട്ടിൽ കയറിയോ ആവോ, അവൾ പറഞ്ഞു. ഡി, നീ എൻ്റെ അനിയത്തി തന്നെയാണോ ഡി? അമ്മയോടൊന്ന് ചോദിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എവിടെന്നാടി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കിട്ടുന്നത്? ഞാൻ ചോദിച്ചു. അതൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ഏട്ടാ, ചേട്ടനൊന്നും അറിയില്ലേ? അവൾ തമാശ പോലെ എന്നോട് പറഞ്ഞു. കോളേജിലോ? കോളേജിൽ ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? അത് എൻ്റെ കൂട്ടുകാരികൾ, അവരൊക്കെ വേറെ ലെവലാ. ചേട്ടനൊന്ന് മുട്ടി നോക്ക്, ചേട്ടൻ്റെ കിളി പാറും, അവൾ പറഞ്ഞു. ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണോട് സംസാരിക്കുന്നേ? സംസാരം മാത്രമല്ല ചേട്ടാ, നിങ്ങൾ ആൺകുട്ടികൾ സംസാരിക്കുന്നേക്കാളും
10 ഇരട്ടി കനത്തിലാണ് അവരുടെ സംസാരം. അവൾ പറഞ്ഞു, അതെന്തൊക്കെയാടി പറ, എന്നോടൊന്ന് പറയടി, ഞാൻ കേൾക്കട്ടെ. ഒന്ന് പോയ ചേട്ടാ, അല്ലെങ്കിൽ തന്നെ പതിയെ സംസാരിച്ച് എൻ്റെ വായ കഴിച്ചു. അല്ല, ഇവരെന്താ വരാത്തത്, നമുക്ക് പോകണ്ടേ? അവൾ ചോദിച്ചു. കുറച്ചുകൂടെ നോക്കാടി, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോകാം, ഞാൻ അവളോട് പറഞ്ഞു. അല്ല ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. എന്താടി? അത് ആ പൊളിഞ്ഞ വണ്ടി ഓടിക്കാൻ ഏത് ഗതികെട്ട ഡ്രൈവറെന്നാവോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഒന്ന് പോടി, പൊളിഞ്ഞ വണ്ടിയോ? നല്ല അസൽ വണ്ടിയാ, നിനക്കറിയാൻ പാടില്ലാന്നേട്ടാ, നല്ല ഡ്രൈവർമാർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ, ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ ചേട്ടനും ആ വണ്ടിയിലൊരു നോട്ടമുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. ഡീഡി ഒന്ന് പോടി, ഓരോന്നും പറഞ്ഞ് പരത്താതെ, നിന്റെ മണ്ടക്കെട്ട് കിട്ടേണ്ടേ ഇന്ന്. ഡീ, അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു, എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, മെല്ലെ സംസാരിക്കും. ആ അതെ ഏട്ടാ, വരുന്നുണ്ട്, നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അവൾ എന്നോട് ചോദിച്ചു. നീ മിണ്ടാതെ ഇവിടെ ഇരിക്ക്, ആരാണെന്ന് കാണട്ടെ. അങ്ങനെ ഞങ്ങൾ ആരാണെന്നറിയാൻ കണ്ണും കൂർപ്പിച്ചിരുന്നു. ചേട്ടാ, ദാ വരുന്നു. ആരാടി, നീ കണ്ടോ? ഇല്ല, ആരാ? നല്ല തടിയുണ്ടല്ലോ ആൾക്ക്. ചേട്ടാ, ഇത് നമ്മുടെ അണ്ണനല്ലേ? അണ്ണനോ? മാറിക്കേ, ഞാൻ നോക്കട്ടെ. അയ്യോ, അണ്ണനായിരുന്നോ? ഇയാളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ, എനിക്കറിയാൻ പാടില്ല ഏട്ടാ. അല്ല, ഇതിനാണോ ഇയാളുടെ പണി നടക്കുന്ന വീടെന്ന് അന്ന് പറഞ്ഞത്? ആ, അത് ശരിയാണല്ലോ, ചിലപ്പോൾ ഇതായിരിക്കും ആ വീട്. ദാ ചേട്ടാ, അവർ പോകുന്നു, നമുക്ക് പോവണ്ടേ? അവൾ ചോദിച്ചു. വാടി, എഴുന്നേക്ക്, അമ്മ വീട്ടിലെത്തുന്ന മുമ്പേ നമുക്കെത്തണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഞങ്ങൾ അവരുടെ പുറകെ പോയി ആ മരച്ചോട്ടിൽ നിന്നും ബൈക്കെടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ 2 ചേട്ടന്മാർ വന്ന് ബൈക്ക് തടഞ്ഞു. ആരാ നിങ്ങൾ, എന്തിനാ ഇവിടെ വന്നത്? അവർ ചോദിച്ചു. എനിക്കാണെങ്കിൽ പേടിച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ചേട്ടൻ്റെ വീടാണ്, ഞങ്ങളാ വീടൊന്ന് കാണാൻ വന്നതാ. ഇത് എൻ്റെ ചേട്ടനാ, പെട്ടെന്ന് അനിയത്തി കയറി പറഞ്ഞു. അതിന് ഈ സമയത്താണോ വീട് കാണാൻ വരുന്നത്? അതിൽ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു. അല്ല, അവരും ഉണ്ടായിരുന്നു കൂടെ, അവർ മുന്നിൽ കാറിൽ പോയി, ഞാൻ അവരോട് പറഞ്ഞു. ഓ, ആ പോയ കാറിൽ അവരായിരുന്നോ? അയാൾ ചോദിച്ചു. അതെ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ശരി, എന്നാൽ പൊക്കോളൂ. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് എന്തോ ഭാഗ്യത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സഞ്ജുവുമായി പുറത്ത് നിൽക്കുന്നുണ്ട്. വീടടച്ചിട്ട് എങ്ങോട്ട് പോയതാടാ നിങ്ങൾ 2 പേരും? അമ്മ ദേഷ്യത്തോട് ചോദിച്ചു. അതമ്മേ, ഇവൾക്കെന്തോ ഒരു നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങാൻ പോയതാ. അതിന് നിനക്കൊറ്റക്കങ്ങ് പോയി വാങ്ങിച്ചാൽ പോരെ, അവളെയും കൊണ്ട് പോണോ? ഞാൻ എത്ര നേരമായി വന്ന് നിൽക്കുന്നു എന്നറിയോ? അല്ലമ്മേ, അമ്മ എവിടെ പോയിരുന്നു ഇത്ര നേരം? മില്ലെല്ലാം 5 മണിക്ക് അടക്കില്ലേ? ഞാൻ ചോദിച്ചു. ഏയ്, 5 മണിക്കൊന്നും അടക്കില്ല, അതൊക്കെ പണ്ടല്ലേ, അമ്മ പറഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ച് നിന്നപ്പോഴേക്കും അനിയത്തി പോയി സഞ്ജയ് എടുത്തു നോക്കി. അല്ലമ്മേ, ഇതെന്താ, അരി പൊടിച്ചിട്ടില്ലല്ലോ? അവൾ അമ്മയോട് ചോദിച്ചു. അവളത് അമ്മയോട് ചോദിച്ചതും അമ്മയാകെ പകച്ചു നിന്നു. എന്താ അമ്മേ, അരി പൊടിച്ചില്ലേ? പിന്നെ അമ്മ എങ്ങോട്ടാ പോയത്? അവൾ വീണ്ടും ചോദിച്ചു. അത് ഞാനവിടെ ചെന്നപ്പോഴേക്കും മില്ല് പൂട്ടിയിരുന്നടി. അപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് 6 മണിയാകുമെന്ന്? പിന്നെ ഇത് എന്തു പറ്റി? അമ്മ വേറെ എങ്ങോട്ടെങ്കിലും പോയോ? അവൾ ചോദിച്ചു. ഏയ് ഇല്ലടി, ഞാൻ മില്ലിൽ തന്നെ പോയത്. അത് ഞാൻ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരിയെ കണ്ടു, അവളോട് സംസാരിച്ച് വന്നപ്പോഴേക്കും മില്ലടച്ചു, പിന്നെ ഞാനിങ്ങ് പോന്നു. അമ്മ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഡി, ഇവിടെ വാ. ഞാൻ അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. അല്ല, നോട്ട്ബുക്ക് വാങ്ങാൻ പോയിട്ട് എവിടെ നോട്ട്ബുക്ക്? അമ്മ ഞങ്ങളോട് ചോദിച്ചു. അത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയെയും കണ്ടു, അവളുമായി സംസാരിച്ച് ഞങ്ങളും അങ്ങ് പോന്നു. നോട്ട്ബുക്ക് നാളെയും വാങ്ങാമല്ലോ, അവൾ അമ്മയോട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അമ്മയ്ക്കെന്തോ സംശയം അടിച്ചു. അമ്മ അവിടെ തന്നെ നിന്നു. അവൾ ആ സമയം എൻ്റെ പിന്നാലെ എൻ്റെ റൂമിലേക്ക് വന്നു. ഡി, നീ എന്തിനാടി അങ്ങനെ പറയാൻ പോയേ? അമ്മ എന്ത് വിചാരിച്ച് കാണും? ഞാൻ അവളോട് ചോദിച്ചു. എന്ത് വിചാരിക്കാൻ? അമ്മയുടെ നിൽപ്പ് കണ്ടോ നീ? അമ്മയ്ക്ക് വയ്യ,
അണ്ണൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ആ, അതെനിക്ക് ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ അവളോട് പറഞ്ഞു, ആ മനസ്സിലായല്ലോ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട് അമ്മയ്ക്ക്. എന്നാൽ പിന്നെ പറയാം, അച്ഛനില്ല, കുറേ ആയപ്പോൾ ആഗ്രഹം തോന്നിയതാകുമെന്ന്. ഇത് അങ്ങനെയാണോ? ഇതിൻ്റെ പേര് വേറെയാ, അവൾ പറഞ്ഞു. സാരല്ലടി, നീ അത് കള. നമ്മൾ അറിഞ്ഞെന്ന് അമ്മ അറിയണ്ട. അമ്മയ്ക്ക് പിന്നെ നമ്മുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല, ഞാൻ അവളോട് പറഞ്ഞു. അതൊക്കെ അമ്മ നോക്കിക്കോളും. അമ്മ ഇത് ഇന്നും ഇന്നലും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. എന്നാലും എൻ്റെ ഒരു സംശയം, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അമ്മ ആ അണ്ണനെ വളച്ചെടുത്തതെന്നാണ്. എടി, അതിനല്ലേ അമ്മ എന്നും ഒരുങ്ങി നിൽക്കുന്നത്. ആ നിൽപ്പ് കണ്ട പിന്നെ ആരും വീണു പോകില്ലേ? ഓ, അത് ശരിയാ. ഞാൻ പോലും ഇത്രയും ഒരുങ്ങി നടക്കാറില്ല. ഇന്നലെ എൻ്റെ ഫേസ് ക്രീം കാണഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ചു പെറുക്കി, കിട്ടിയില്ല. അവസാനം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? അമ്മയുടെ റൂമിൽ നിന്നും. അതുപോലെ ഇപ്പോൾ എന്തുപോലും ഞാൻ ആദ്യമേ അമ്മയുടെ റൂമിലാണ് തപ്പുന്നത്. നീ ഇവിടേക്ക് ഒന്ന് വന്നേ. അമ്മ കിച്ചണിൽ നിന്നും അവളെ വിളിക്കാൻ തുടങ്ങി. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇനി അവിടെ പോയി ഓരോന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എന്തായാലും നടക്കാനുള്ളത് നടന്നു. എല്ലാം നമ്മുടെ വിധിയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാം, ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ റൂമിൽ പോയി ഒന്ന് കിടന്നു. ചേട്ടൻ ഉറങ്ങിയോ? കുറച്ചു കഴിഞ്ഞ് അനിയത്തി എന്നെ വന്ന് വിളിച്ചു. ഇല്ലടി. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അല്ല, നീ എന്താടാ ഇങ്ങനെ കിടക്കുന്നത്? ഡ്രസ്സൊന്നും മാറുന്നില്ലേ? ആ, മാറണോടി. ഞാൻ ചുമ്മാ ഓരോന്നാലോചിച്ചങ്ങ് കിടന്നതാ. അല്ലടി, അമ്മ എന്തു പറയുന്നു? ഞാൻ അവളോട് ചോദിച്ചു. അതല്ലേ രസം, അമ്മ നേരെ ചുവ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ലെന്നേ. അതെന്താ? ഞാൻ ചോദിച്ചു. അമ്മയ്ക്ക് നമ്മൾ അറിഞ്ഞു എന്ന് സംശയമുണ്ട്. അമ്മ എന്നോട് ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു, നിങ്ങൾ കുറേ നേരമായി പോയിട്ട്, ഞാൻ വരുന്നതിന് മുമ്പാണോ നിങ്ങൾ പോയതെന്നൊക്കെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞടി? ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാറിൽ കയറി പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന്. നീ എന്തിനാടി അങ്ങനെ പറയാൻ പോയത്? അല്ല, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എൻ്റെ ചേട്ടാ, അമ്മയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അമ്മ നിന്ന് മെഴുകായിരുന്നു. പാവാടി, എന്തിനാടി നീ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? ഞാൻ അവളോട് ചോദിച്ചു. ആ, കുറച്ചൊക്കെ പേടി വേണം, അല്ലെങ്കിലേ ഈ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ കൊടുക്കും. ആ ചേച്ചിക്ക് തന്നെ ആ അണ്ണൻ്റെ ഉലക്ക പേടിയാ. ഇവർ അത് വിഴുങ്ങിയോ ആവോ. ഓഫ്, മതിയടി, ഒന്ന് നിർത്ത്. എന്നിട്ട് അമ്മ വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചു. എന്ത് പറയാൻ, എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് പറഞ്ഞു. അത് കൂട്ടുകാരുടെ ഹസ്ബൻഡിൻ്റെ കാറായിരുന്നെന്നും അതിലാണ് മില്ലിലേക്ക് പോയതെന്നൊക്കെ. ഞാൻ ആക്കിയൊരു ചിരി ചിരിച്ച് ഇങ്ങോട്ട് പോന്നു. അമ്മ അവിടെ കിളിപോയി നിൽക്കുന്നുണ്ട്. എന്തായാലും അണ്ണനെയും അമ്മ വീഴ്ത്തി. ഇനി അടുത്തത് ആരാണെന്നാവോ? ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.